ഹായ് കേൾ ബ്രോ ഗസ്സിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് തന്ന ഗെയിമിൽ 925 ഗെയിം വന്നതാണ്. ഇന്നലെ ഞാൻ തന്നിട്ടുണ്ട് ഗെയിം. അത് ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കൂടിയുണ്ട്. അതിൻ്റെ എല്ലാ വിവരങ്ങൾ പറഞ്ഞു തരാം. ഒന്നുകൂടി ഞങ്ങൾ ഇന്നലത്തെ ഗെയിം ഒന്ന് നോക്കാം. ഇന്നലെ തന്ന ഗെയിമിൽ ഞങ്ങൾക്ക് ഇതാണ്. ബട്ട് ഗെയിം വന്നത് ഞങ്ങൾക്ക് 925. ഞാൻ നിങ്ങൾക്കൊരു ഗെയിം തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കാണുന്നുണ്ടല്ലേ, 945. കോൾ ബോർഡിൽ തന്ന ഗെയിമിൽ ഞങ്ങൾക്ക് 5 പാസ്സായി. ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ജസ്റ്റ് 2. അതേപോലെ എൻ്റെ യൂട്യൂബ് തംബ്നെയിലിൽ 258 ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത്. ഏതായാലും ഞങ്ങളുടെ ഗസ്സിങ് മാത്രം. നിങ്ങൾക്ക് കൂടെ എ ബോർഡും കിട്ടില്ല, എ ബോർഡും ബി ബോർഡും കൂടെ മാത്രം നിങ്ങൾക്ക് 2 ഡിജിറ്റ് കിട്ടി കറക്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും നാളത്തെ ഗെയിമിലേക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ നാളത്തെ ഗെയിമിലേക്ക് നോക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ 3 ഡിജിറ്റ്സിൽ ഗെയിമുണ്ട്. അപ്പോൾ ഞാൻ തരുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഗെയിം തരുന്നത്. ഞങ്ങൾ 2 ലൈനിൽ ഗെയിം നോക്കിയിട്ട് എടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എ ബി സി ഈ ഗെയിമിൻ്റെ ഓരോ മെത്തേഡിൽ കാണാം. നിങ്ങൾക്ക് ഈ ഓരോ മെത്തേഡ് ഇങ്ങനെ നോക്കാം. 8, 9 കൂടെ 0 ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗെയിമിൽ 7 ഇത് ഈ മെത്തേഡിൽ 8, 9 ഒന്ന് 0 അല്ലെങ്കിൽ 8, 9, 7 ഇതൊരു മെത്തേഡ് അങ്ങനെയാണ് ഗെയിമിൻ്റെ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 6ൻ്റെയും 2ൻ്റെയും ഫ്ലിപ്റ്റ് നോക്കിയിട്ടും പിന്നെ 5 ആയി 6 ഓപ്പണിലാവാൻ ചാൻസുള്ള ഗെയിം നോക്കിയാൽ ഞങ്ങൾക്ക് കൂടെ ഗെയിം 6 വരണം. അപ്പോൾ 7, 6 ഗെയിം ഓപ്പണിൻ്റെ ഗെയിമിൽ തന്നതാണ്. അതിൽ ഒന്നുകൂടി 0 ഉണ്ട് ഓപ്പണിൽ. അത് ഞാൻ വെക്കൂല ജാസ്തിയായിട്ട്. എന്താ പറഞ്ഞാൽ ഓപ്പോസിറ്റും ഫൈൻഡ് ഓപ്പോസിറ്റോ 0. അപ്പോൾ 0 വരാനും ചാൻസ് ഉണ്ട്, ഇല്ല പറയില്ല. അത് എ ബോർഡുക്ക് എൻ്റെ ഒരു നിങ്ങൾ നോക്കുന്നെങ്കിലും എ ബോർഡുക്ക് ഇങ്ങോട്ട് വെച്ചതാണ്. എൻ്റെ 2 ഫസ്റ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഇതാണ് 7, 6. പിന്നെ ഇവിടെ 0ക്ക് ഞാൻ വെച്ചത്. ഈ മാതിരി ഗെയിം ആകുമ്പോൾ ഞങ്ങൾ ഗെയിമിൻ്റെ ഒരു മെത്തേഡ് പ്രകാരം നോക്കണം, മനസ്സിലായല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 8, 9 ഗെയിം ക്ലോസായി 3 ദിവസത്തിൻ്റെ ഗെയിം നോക്കിയപ്പോൾ ഞങ്ങൾക്കിവിടെ 3ക്ക് ചാൻസ് ഉണ്ട്, മനസ്സിലായല്ലേ. എന്ത് 3ക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഗെയിൻ 5 വരാനും ചാൻസ് ഉണ്ട് ഗെയിമിൽ. അപ്പോൾ 3 ഇല്ലെങ്കിൽ 5. ഇത് ഈ ഒരു മെത്തേഡിലാണ് 3 അല്ലെങ്കിൽ 5 ഗെയിം ഉള്ളത്. എൻ്റെ പിന്നെ ഒരു സി സൈസിൽ നോക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ബി ബോർഡിലും നിങ്ങളിപ്പോൾ കുറേ ഗെയിം എടുക്കുമ്പോൾ അത് എടുക്കണം എങ്ങനെയെങ്കിലും, മനസ്സിലായല്ലേ. ഗെയിമിൽ ഞങ്ങൾക്ക് 1ക്കും ചാൻസ് ഉള്ളതാണ്. ഇന്നത്തെ ഗെയിം ആ മാതിരിയാണ്. അപ്പോൾ ഗെയിം എങ്ങോട്ട് നോക്കിയാലും നമ്പേഴ്സ് കിട്ടുന്നത് ഗെയിമുക്ക് ചാൻസുള്ള ഡിജിറ്റിലാണ്. പിന്നൊന്ന് ഞങ്ങൾ നോക്കുന്നെങ്കിൽ 9 ഓപ്പണായി, 9 ക്ലോസായി, 9 ഇന്നെങ്കിലും ഞങ്ങൾക്ക് 9 മിഡിലായി ഓപ്പണായി ക്ലോസുക്ക് വരണം. 3 ഡേയ്സിൽ 9 എടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ക്ലോസിൽ വരണം, മനസ്സിലായല്ലേ. ഇല്ലെങ്കിൽ ഈ മാതിരി ഗെയിം പോകുന്നെങ്കിൽ 6 ആയി 5 ആയി ഗെയിം 4ക്ക് വരണം. നേരെ
4 സി ബോർഡിൽ ഒന്ന് 9 വരണം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 4 വരണം. സി ബോർഡിൽ 9 അല്ലെങ്കിൽ ഓപ്പോസിറ്റ് 4 കിട്ടണം ഗെയിമിൽ. ഓക്കെ, അതേ അല്ല ഗെയിമിൻ്റെ ഒരു റൂൾസ് പ്രകാരം അതിൽ കൂടി ഒന്നുകൂടി ചേഞ്ച് വന്നാൽ, ഞാൻ ഇന്ന് എടുത്തത് 4 ഗെയിമിൻ്റെ ഒരു മെത്തേഡിലാണ്, മനസ്സിലാക്കണം. ഇവിടെ ഞാൻ 2 സ്റ്റൈലിൽ മെത്തേഡ് എടുത്തത് പറഞ്ഞു തരാം. 8 ഓപ്പണായി, മിഡിലായി, ഒരു ഗെയിം വിട്ട് 8 ഓപ്പൺ വന്ന്. ഓക്കെ, മിഡിലായി ഓപ്പണായി 8 ക്ലോസിൽ ഇവിടെ വിട്ട് ഗെയിം. അപ്പോൾ 8 സി ബോർഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 8 സി ബോർഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പറയുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഇവിടെ 6 ക്ലോസ് ഓപ്പണായി 6 ക്ലോസായി, ഒരു ഗെയിം വിട്ട്, മനസ്സിലാക്കണം, ക്ലോസായി. പിന്നെ 6 ഇവിടെ ക്ലോസിൽ വന്നു. അപ്പോൾ ഇന്ന് 6 ഈ ഗെയിം ഇന്ന് വിട്ട് ചിലപ്പോൾ നാളെ 6 ഈ 6 ഉണ്ടല്ലേ മിഡിൽ വരാനും ചാൻസ് ഉണ്ട്. 6 മിഡിൽ വരാനും ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ഗെയിം ആ മാതിരി പോകുന്നുണ്ട്, മനസ്സിലായല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് 6ൻ്റെ ഒരു ഗെയിം നോക്കുന്നെങ്കിലും 6 മിഡിൽ വരാനും ചാൻസുള്ള ഗെയിമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവല്ലേ. നിങ്ങൾ കുറേ നമ്പേഴ്സ് എടുക്കുമ്പോൾ ആ നമ്പേഴ്സ് നിങ്ങൾ സെലക്ട് ആക്കണം. നിങ്ങളിപ്പോൾ ഒരു 2 നമ്പേഴ്സ് എടുത്താൽ വിന്നിങ്സിന് ചാൻസ് കിട്ടും ഞാൻ പറയില്ല. നമ്പേഴ്സ് കുറേ നമ്പേഴ്സ് എടുക്കുമ്പോൾ ചാൻസും അതും കിട്ടുന്നത് ഒരു ചാൻസാണ്, മനസ്സിലായില്ലേ. അപ്പോൾ 2-3 ഡിജിറ്റ് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ആക്കിയിട്ട് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗെയിം 7 6 9 4 അല്ലെങ്കിൽ 6 5 9 അങ്ങനെ വേണേൽ ഗെയിം എടുക്കാം, മനസ്സിലായല്ലേ. ഇത് എൻ്റെ മെത്തേഡിൽ ഒരു ഗെയിമിൽ നോക്കിയപ്പോൾ ആ സ്റ്റൈൽ ഗെയിം അങ്ങനെ ഞാനിവിടെ 2 6 ഇവിടെ 2 വെച്ചത് ഇവിടെ വെച്ചു. അപ്പോൾ ജാസ്തി ഞങ്ങൾക്ക് ചിലപ്പോൾ 6 ഇങ്ങനെ വരാനും ചാൻസ് ഉള്ള ഗെയിമാണ്. അപ്പോൾ ഒരു മൈനായിട്ട് ഗെയിം നോക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് 7 6 8 ആവാൻ ചാൻസ് ഉണ്ട് ഒരു ഗെയിമിൽ. ഈ മെത്തേഡിൽ 8 ക്ലോസിൽ വന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 7 5 8 വരാനും ചാൻസ് ഉണ്ട്. ഇതൊരു ഗെയിമിൻ്റെ ഒരു ചെറിയത് കുറേ നമ്പേഴ്സ് ഞാൻ വെച്ചിന്. ഇത് എനിക്ക് അത്ര ഒരു ഓപ്സില്ല, ബട്ട് ഗെയിമിൻ്റെ ഒരു ടെക്നിക്കിൽ ഞാൻ തന്നതാണ്. ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ 6 5 വന്നു, 8 9 വന്നു, മിഡിൽ മാത്രം ഞങ്ങൾക്ക് 2 വന്നത് ഗെയിം. ഇത് ഏതോരു അതൊക്കെ ടച്ചില്ലാത്ത. അപ്പോൾ നാളെ ചിലപ്പോൾ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. 7 3 5 അല്ല 7 3 8 ആവാനും ചാൻസ് ഉണ്ട്. 7 3 8 മനസ്സിലായില്ലേ. ഇല്ലെങ്കിൽ 7 6 8 അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോരോ ഗെയിമുക്ക് ഒരേ നമ്പേഴ്സ് ആവും ഞാൻ പറയില്ല. അപ്പോൾ കുറേ നമ്പേഴ്സിങ് വരും, മനസ്സിലായല്ലേ. അപ്പോൾ കുറേ നമ്പേഴ്സിങ് ഇന്ന് മെയിനായിട്ട് ഞങ്ങൾക്ക് ഓൾ ബോർഡിൻ്റെ ഗെയിമാണ്. ഓൾ ബോർഡിൽ ഏത് ഗെയിം കിട്ടാൻ ചാൻസ് ഉണ്ടോ, മനസ്സിലായല്ലേ. ഓൾ ബോർഡിലും ഏത് ഗെയിം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾ ബോർഡിൽ ഒന്നുകൂടി നിങ്ങൾക്ക് പറയുന്നെങ്കിൽ ഞാൻ 4 ഇല്ലെങ്കിൽ 9 ഗെയിമുക്ക് എൻ്റെ ഗെയിമിൽ കിട്ടണം. 4 അല്ലെങ്കിൽ 9. പിന്നെ നിങ്ങൾ 8 എടുക്കുന്നെങ്കിൽ അത് സി ബോർഡിൽ 8 എടുക്കാം. സി ബോർഡിലും 8 ഗെയിമിൽ എടുക്കാം.
സി ബോർഡ് 8 ഗെയിം എടുക്കുക. ഇവിടെ സി ബോർഡ് ഒന്ന് 8 എടുക്കുക. അല്ലെങ്കിൽ 6 എടുക്കുന്നെങ്കിൽ ഈ ഗെയിം പ്രകാരം ഒരു ഗെയിം എടുക്കുന്നെങ്കിൽ ബി ബോർഡിലും 6 എടുക്കുക. ബി ബോർഡിലും 6 എടുക്കാം. എന്നാൽ സി ബോർഡിൽ 8 എടുക്കുക, അല്ലെങ്കിൽ ബി ബോർഡിൽ 6 എടുക്കുക. ഇത് ഒരു ഗെയിമിൻ്റെ ഒരു ചെറിയൊരു ഐഡിയാസാണ്. ഞങ്ങൾക്ക് ഗെയിം അത് നോക്കാനാവില്ല. ഞാൻ ഈ മാതിരി ഗെയിം മാത്രമേ നോക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 4-9 ഗെയിം എന്നതാണ്. ലക്കി ചിലപ്പോൾ മിസ്സാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.